ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു സ്നാക്കായിട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിരുന്നൊക്കെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള 2 പൊറാട്ട ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-3 പൊറാട്ട നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കൈ കൊണ്ട് ഇങ്ങനെ നേരെ പിച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ആ ഒരു പൊറോട്ട ഒന്നിങ്ങനെ കുതിർന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മുങ്ങി നിൽക്കുന്ന അത്രയൊന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ കുറച്ച് സമയം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇത്രയും ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളതൊന്നും ഇങ്ങനെ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചധികം തന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ ആ ഒരു എണ്ണയിലൊന്നിങ്ങനെ മൂപ്പിച്ചതിന് ശേഷം നമ്മളൊന്നിങ്ങനെ കോരി മാറ്റുകയാണ്. എന്നിട്ട് നമ്മളിതവിടെ മാറ്റി വെക്കാൻ കേട്ടോ. പിന്നെ ഞാനൊരു ബൗളിലേക്ക് 5 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്കായുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കായും അതുപോലെ പഞ്ചസാരയും കൂടെ ഒരുമിച്ചൊന്നിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണോളം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ആ ഒരു പഞ്ചസാരയൊക്കെ ഒരു മുട്ടയിൽ നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു മുട്ടയും പാലും പഞ്ചസാരയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരു പകുതിയോളം ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊറോട്ട ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പൊറോട്ടയും പിന്നെ ആ ഒരു മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിതിൽ മധുരം നോക്കാൻ കേട്ടോ. അപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. 2 പൊറോട്ടക്കൊക്കെ വേണ്ടിയ ഒരു മധുരം വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 3-4 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ആ ഒരു മധുരത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമുക്കിതൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലൊരു സോസ് പാൻ അതിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാൻ ശേഷം നമ്മളതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊറോട്ടയും മുട്ടയുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി നമ്മൾ നേരത്തെ അതിൻ്റെ ആ ഒരു ബാറ്ററിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പകുതി നമ്മൾ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ നമ്മളൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് ടൈമൊക്കെ നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് നോക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് ഇതുപോലെ കുത്തി നോക്കുക. അപ്പോൾ അതിങ്ങനെ അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ ആദ്യം ഒരു 5 മിനിറ്റോളം വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം കൂടി വെച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ആ ഒരു പൊറോട്ട വെച്ചിട്ടുള്ള ഒരു പോള നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മേലെ ഭാഗത്ത് കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആദ്യം ഞാനൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തു. അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് ഒരു പാനിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡിയായി. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ മേലെ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നല്ലൊരിതാണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ ഓഫാക്കി ചൂടാറിന് ശേഷം നമ്മളിത് പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അതിലേക്കൊന്ന് തട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട വെച്ചിട്ടുള്ള ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പോളയാണെന്ന് പറയില്ല കേട്ടോ, കറക്റ്റ് ചട്ടിപ്പത്തിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് തന്നെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കയ്യിൽ കസ്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആ ഒരു കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ചട്ടിപ്പത്തിരി പോലെ തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരും പറയില്ല ഇത് പൊറോട്ട വെച്ച് ചെയ്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ സത്യം പറഞ്ഞാൽ പൊറോട്ട ബാക്കിയാവില്ല കേട്ടോ. പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഞാനതെടുത്ത് ചൂടാക്കി കഴിക്കുക ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൊറോട്ട ഒക്കെ ബാക്കി വരാറുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് റെസിപ്പിയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.